നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തെക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സഹകരണ ഓണവിപണി 2026 ആരംഭിച്ചു. ബാങ്ക് പ്രസിഡന്റ് ടോമി കാവാലം ഓണച്ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അക്കൗണ്ടോ ഇടപാടുകളോ ഇല്ലാത്തവരുടെ പേരിൽ ലക്ഷങ്ങളുടെ വായ്പാ തട്ടിപ്പ്. ശ്രീറാം ഫിനാൻസിനെതിരെ പരാതിയുമായി അടിമാലി സ്വദേശികളും രംഗത്ത്. ഉടുമ്പന്നൂരിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. ചടങ്ങിൽ മികച്ച കർഷകരെ ആദരിക്കുകയും ചെയ്തു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ മനോജ് കോക്കാട്ട് യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പാമ്പാടുംപാറ അമ്പിളി വധക്കേസ് പ്രതിക്ക് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ വിധിച്ചു. കട്ടപ്പന കൊച്ചുതോവാള ചേന്നാട്ട് തങ്കച്ചൻ എന്ന് വിളിക്കുന്ന മാത്യു ദേവസിയാണ് പ്രതി. കർഷക ദിനത്തോടനുബന്ധിച്ച് ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ 318 ഗ്രൂപ്പ് ഫാമിംഗ് പദ്ധതിക്ക് മുളപ്പുറത്ത് തുടക്കമായി. ഡിസ്ട്രിക്ട് ഗവർണർ VS ജയേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. തെക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സഹകരണ ഓണവിപണി 2026 ആരംഭിച്ചു. ബാങ്ക് പ്രസിഡന്റ് ടോമി കാവാലം ഓണച്ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് ജീവനക്കാർ, സഹകാരികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ബാങ്കിന്റെ ആനക്കയം, അഞ്ചിരി ഡിപ്പോകളിലും ഓണച്ചന്ത പ്രവർത്തിക്കുന്നുണ്ട്. ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾ കുറഞ്ഞ നിരക്കിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ തെക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സഹകരണ ഓണവിപണി 2026 ആരംഭിച്ചു. ബാങ്ക് പ്രസിഡന്റ് ടോമി കാവാലം ഓണച്ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അധിക വിലക്കയറ്റത്തിൽ നിന്നും സാധാരണ കുടുംബങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി സബ്സിഡി നിരക്കിൽ അവശ്യ സാധനങ്ങൾ നൽകുക എന്നതാണ് ബാങ്കിന്റെ ലക്ഷ്യമെന്ന് പ്രസിഡന്റ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വില കുറച്ച് സാധനങ്ങൾ കിട്ടുന്നില്ല. അതെല്ലാം മറികടക്കാൻ വേണ്ടിയിട്ട് ഇതിനെല്ലാം കൃത്യമായ സാധനങ്ങൾ കിട്ടത്തക്ക രീതിയിലുള്ള ക്രമീകരണമാണ് ബാങ്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് 3 കമ്പനിയാണ് സെക്രട്ടറി സൂചിപ്പിച്ചു. നമുക്ക് ആവശ്യത്തിന് കഴിഞ്ഞ വർഷത്തേക്ക് ഇരട്ടി സാധനം ഡിപ്പാർട്ട്മെന്റ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്ന് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നമ്മൾ നടത്തുകയാണ്. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് അഞ്ചിരി പാടശേഖര സമിതിയുടെ ഓഫീസിൽ നമ്മുടെ അഞ്ചിരി മേഖലയിലെ ആളുകൾക്ക് സാധനങ്ങൾ സൗകര്യപ്രദമായി വാങ്ങുവാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് തുടങ്ങിയിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് ഷമ്മി ഈപ്പച്ചൻ, ബോർഡ് മെമ്പർമാരായ റോബി സിറേഖ്, ഷേർലി ജോസ്, സിന്ധു ശിവദാസ്, സെക്രട്ടറി VT ബൈജു എന്നിവർ ആശംസകൾ നേർന്നു. ബോർഡ് മെമ്പർമാരായ വൈസ് പ്രസിഡന്റ് ഷമ്മി ഈപ്പച്ചൻ, റോബി സിറേഖ്, ഷേർലി ജോസിന്റെ റെസിഡന്റ് ഗവർണർ, നമ്മുടെ സഹകാരികള്, ജീവനക്കാരെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സബ്സിഡി ഇനം പൈസ എടുക്കണമെങ്കിൽ 1015 രൂപയും അത് നോൺസബ്സിഡി സർക്കാർ സബ്സിഡി കിട്ടിയിട്ടുണ്ട്. അതെല്ലാം നല്ല വർക്കുകളുണ്ട്, വായ്പ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ 6 ലക്ഷം രൂപയുടെ സാധനമാണ് നമ്മൾ ഇവിടെ 3 ചന്തയായിട്ട് നടത്തുന്നത്. അഞ്ചിരിയിലും ആനക്കയത്ത് പത്തരയ്ക്ക് അവിടെ ഒരു ചന്ത ഉൾപ്പെടുന്ന ചെയ്യുന്നുണ്ട്. അപ്പോൾ റേഷൻ കാർഡിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഓർക്കിറ്റായിട്ട് മേടിച്ച് എല്ലാവർക്കും ഉണ്ട്. അതിനകത്ത് എന്തിരിക്കേണ്ട കാര്യമില്ല. എല്ലാ ഓരോ കിലോ വെച്ചുണ്ട്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ 1/2 കിലോ വെച്ചായിരുന്നു കൊടുക്കാൻ നമുക്ക് കിട്ടിയിരുന്നത്. സാധനം ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. ബാങ്ക് ജീവനക്കാർ, സഹകാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ബാങ്കിന്റെ ആനക്കയം, അഞ്ചിരി ഡിപ്പോകളിലും ഓണച്ചന്ത പ്രവർത്തിക്കുന്നുണ്ട്. മാർക്കറ്റ് വിലയേക്കാൾ 10 മുതൽ 30 വരെ സബ്സിഡി നിരക്കിൽ വിവിധ ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്നും വാങ്ങാവുന്നതാണ്. ജയ അരി, കുത്തരി, കുറുവ അരി എന്നിവ 33 രൂപയ്ക്കും, പച്ചരി 29 രൂപയ്ക്കും, പഞ്ചസാര 34.65 രൂപയ്ക്കും, ചെറുപയർ 85 രൂപയ്ക്കും, കടല 63 രൂപയ്ക്കും, ഉഴുന്ന് 87 രൂപയ്ക്കും, വൻപയർ 68 രൂപയ്ക്കും, തുവരപ്പരിപ്പ് 83 രൂപയ്ക്കും, ചുവന്ന മുളക് 136.50 രൂപയ്ക്കും, മല്ലി 1/2 കിലോ 47.25 രൂപയ്ക്കും, വെളിച്ചെണ്ണ 1/2 ലിറ്ററിന് 110 രൂപയ്ക്കും ഇവിടെ ലഭ്യമാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അക്കൗണ്ടോ ഇടപാടുകളോ ഇല്ലാത്തവരുടെ പേരിൽ ലക്ഷങ്ങളുടെ വായ്പാ തട്ടിപ്പ്. ശ്രീറാം ഫിനാൻസിനെതിരെ പരാതിയുമായി അടിമാലി സ്വദേശികളും രംഗത്ത്. ഗുണഭോക്താക്കൾ ശ്രീറാം ഫിനാൻസ് ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. അടിമാലി ശാഖയിലെ പ്രതിഷേധത്തിന് പിന്നാലെ പോലീസ് എത്തി ജീവനക്കാരെ മാറ്റി.
പ്രശ്നം പരിഹരിച്ചതിനു ശേഷം മാത്രം ഫിനാൻസ് സ്ഥാപനം തുറന്നാൽ മതിയെന്നാണ് നിർദ്ദേശം. സ്വകാര്യ പണമിടപാട് സ്ഥാപനമായ ശ്രീറാം ഫിനാൻസിനെതിരെ ഇടുക്കിയിലും പരാതി. ആളുകൾ അറിയാതെ അടിമാലി ശാഖയിൽ നിന്നും വ്യാപകമായി വായ്പകൾ എടുത്തു. സോഫ്റ്റ്വെയറിലുണ്ടായ തകരാറാണ് പ്രതിസന്ധിക്ക് കാരണമെന്നായിരുന്നു ഫിനാൻസ് സ്ഥാപനത്തിന്റെ വിശദീകരണം. കഴിഞ്ഞ 2 മാസത്തിനിടെയാണ് ആളുകൾ അറിയാതെ വ്യാപകമായി ലോണുകൾ എടുത്തിരുന്നതെന്നാണ് പരാതി. നിലവിൽ 1 ലോണുള്ള ആൾക്ക് അവരെ അറിയാതെ തന്നെ വെച്ച് 2 ലോണുകൾ കൂടി എടുത്തതായി കാണിക്കുന്നു. ലോൺ എടുക്കാത്തവർക്കും ഗ്യാരണ്ടിയായി നിന്നവർക്കും ഉൾപ്പെടെ ലോണുണ്ട്. സിബിൽ സ്കോർ കൂടിയവരുടെ പേരിൽ ലോൺ എടുത്ത് സിബിൽ സ്കോർ കുറഞ്ഞവർക്ക് നൽകിയെന്നാണ് പരാതി. സോഫ്റ്റ്വെയർ തകരാറും ഡേറ്റ എൻട്രിയിലുണ്ടായ പിഴവുമാണ് പ്രശ്നത്തിന് കാരണമെന്നും ഉടൻ പരിഹരിക്കുമെന്നുമാണ് ഫിനാൻസ് അധികൃതരുടെ ന്യായീകരണം. അടിമാലി ശാഖയിലെ പ്രതിഷേധത്തിന് പിന്നാലെ പോലീസ് എത്തി ജീവനക്കാരെ മാറ്റി. പ്രശ്നം പരിഹരിച്ചതിനു ശേഷം മാത്രമേ ഫിനാൻസ് സ്ഥാപനം തുറന്നാൽ മതിയെന്നാണ് നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഉടുമ്പന്നൂരിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. ചടങ്ങിൽ മികച്ച കർഷകരെ ആദരിക്കുകയും ചെയ്തു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ മനോജ് കോക്കാട്ട് യോഗത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെമീന നവാസ് യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി. ഇളദേശം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ആഷ്ലി മറിയാമ്മ ജോർജ് പദ്ധതി വിശദീകരണം നടത്തി. ഉടുമ്പന്നൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KR സോമരാജ് മികച്ച കർഷകരെ ആദരിച്ചു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്, ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. ഇതോടൊപ്പം ചടങ്ങിൽ മികച്ച കർഷകരെ ആദരിക്കുകയും ചെയ്തു. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കർഷക ദിനാചരണം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ മനോജ് കോക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ടെറൈൻ തന്നെ മാറി. ഫലഭൂയിഷ്ഠമായിട്ടുള്ള നമ്മുടെ മണ്ണിന്റെ അപര്യാപ്തത നിലനിൽക്കും. ആവർത്തന കൃഷിയിലൂടെ നമുക്ക് ഉദ്ദേശിക്കുന്ന വിളയിലേക്ക് കാര്യങ്ങൾ എത്താത്ത സാഹചര്യം നിലനിൽക്കും. ആരപ്പ മോഹൻജദാരോ സംസ്കാരം മുതൽ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് നദീതട സംസ്കാരങ്ങളാണ്. നദിയുടെ തീരദേശത്ത് വെള്ളത്തിന്റെ ലഭ്യതയും അതിലപ്പുറമായിട്ട് ഫലഭൂയിഷ്ഠമായ മണ്ണുമാണ് അങ്ങനെ ആളുകൾ വാസയോഗ്യമായ അന്തരീക്ഷത്തെ തേടിപ്പിടിച്ച് അവിടെ നിന്ന് സംസ്കാരം ഉരുത്തിരിക്കുന്നതിന് കാരണഭൂതമായത്. നിശ്ചയമായും ഞാൻ പറയട്ടെ, ഇന്ന് നമ്മുടെ ഇടങ്ങളിൽ ഇത്തരത്തിൽ നമ്മുടെ മണ്ണ് ഫലഭൂയിഷ്ഠമല്ലാത്ത സാഹചര്യം നിലനിൽക്കുമ്പോൾ ആവർത്തന കൃഷിയിലൂടെ ഞാൻ മുന്നേ സൂചിപ്പിച്ച ഉദ്ദേശിക്കുന്ന വിള ലഭ്യമല്ലാത്ത സാഹചര്യത്തിലേക്ക് നിലനിൽക്കുമ്പോൾ അതിനൊക്കെ അപ്പുറമായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ലേബർ കോസ്റ്റിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ കൃഷി ലാഭകരമല്ലാത്ത ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുകയാണ്. അവിടെയാണ് നമ്മൾ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കർഷകരെ സംബന്ധിച്ച് പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഭക്ഷണമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ആഡംബരങ്ങളില്ലാതെ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും കുറച്ച് ദിവസങ്ങൾ ജീവിക്കാൻ പറ്റും. ഭക്ഷണമില്ലാതെ ഒരു ദിവസം പോലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ഈ ഭക്ഷണം നമ്മുടെ ഊണുമേശയിൽ എത്തുന്നതിൽ കർഷകരുടെ അധ്വാനവും വിയർപ്പും എല്ലാം അവരുടെ പ്രതീക്ഷയുമാണ്. ആ ഒരു ദിനം നമുക്ക് ഒരുപാട് നമ്മളുടെ ഓർമ്മയിൽ എപ്പോഴും സൂക്ഷിക്കുന്ന ഒരു ദിനമായി തന്നെയാണ് നമ്മൾ കർഷക ദിനം ആചരിക്കുന്നത്.
അസിസ്റ്റന്റ് കൃഷി ഓഫീസർ തോമസ് മാത്യു സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെമീന നവാസ് മുഖ്യപ്രഭാഷണവും നടത്തി. ഇളനീശം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ആഷ്ലി മറിയാമ്മ ജോർജ് പദ്ധതി വിശദീകരിച്ചു. ഉടുമ്പന്നൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KR സോമരാജ് മികച്ച കർഷകരെ പൊന്നാടി അണിയിച്ചും മൊമന്റോയും ക്യാഷ് പ്രൈസും നൽകിയും ആദരിച്ചു. മുതിർന്ന കർഷകനായ മാത്യു കൊട്ടാരത്തിൽ, മികച്ച ജൈവ കർഷകൻ മനോജ് ജോസഫ് കലറയ്ക്കൽ, സംയോജിത കർഷകൻ ജെയിംസ് മുണ്ടയ്ക്കൽ, നെൽ കർഷകൻ രഘുനാഥൻ ഇലഞ്ഞിക്കൽ, വനിതാ കർഷക മിനി ബാബു കുന്നത്താനിക്കൽ, തേനീച്ച കർഷകൻ സ്കറിയ വള്ളോപ്പിള്ളിൽ, ST കർഷകൻ ഗോപാലൻ വടക്കേക്കര, കർഷക തൊഴിലാളി TK ഗോപി തോട്ടത്തിൽ, വിദ്യാർത്ഥി കർഷകൻ ദേവാനന്ദ പാണ്ഡ്യമാക്കൽ, യുവ ക്ഷീര കർഷകൻ ഷെരീഫ് കൊള്ളിക്കുന്നിൽ എന്നിവരെയാണ് ആദരിച്ചത്. നമ്മുടെ നാടിന്റെ ഭക്ഷ്യസുരക്ഷയുടെ അടിത്തറയായ നെൽകൃഷിയെ സംരക്ഷിക്കുന്ന സ്ത്രീകളുടെ ശക്തമായ സാന്നിധ്യത്തിന് മാതൃകയായ ശ്രീ മിനി ബാബു കുന്നത്താനിക്കലിനെ സ്നേഹത്തോടെ ആദരിക്കുന്നു. പ്രവർത്തനം ഏറെ ശ്രദ്ധേയമാണ്. അധ്വാനവും വള്ളോപ്പിള്ളിനെ സ്നേഹപൂർവ്വം ആദരിക്കാം. അധ്വാനത്തോടുള്ള പ്രതിബദ്ധതയും കൊണ്ട് കാർഷിക രംഗം ആദരിക്കുന്നു വ്യക്തിയാണ്. കൃഷിയിടങ്ങളിലെ വിവിധ പ്രവർത്തനങ്ങളിൽ സജീവം വിലപ്പെട്ട പിന്തുണ നൽകുന്നു. മണ്ണിന്റെ കർഷകർക്കായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായ മുന്നോട്ട് ചെയ്യുന്ന കർഷകനാണ് അദ്ദേഹം. കൃഷിയെ നമ്മുടെ നാടിന്റെ ഭക്ഷ്യസുരക്ഷയുടെ അടിത്തറയായ നെൽകൃഷിയെ സംരക്ഷിക്കുന്ന ശ്രീ രഘുനാഥൻ ഇലഞ്ഞിക്കലിനെ സ്നേഹപൂർവ്വം. തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ മാത്യു K. ജോൺ, നിഷ എൽദോസ്, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നൈസി ഡെനിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടോമി കൈതവേലിൽ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അമ്പിളി സുനിൽ, CDS ചെയർപേഴ്സൺ രമ്യ റജി, പഞ്ചായത്ത് അംഗങ്ങളായ ജോൺസൺ കുര്യൻ, PK ഷമീന, ആഷ്ന അഷ്റഫ്, ബിജോ ജേക്കബ്, PB മനോജ്, ബിന്ദു ഗംഗാധരൻ, ശ്രീദേവി സാബു, CL മനു, ശരത് ചന്ദ്രൻ, ബിജിത ഷിബു, പ്രിൻസ് ജോർജ്, KG ഷിബു, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ മനോജ് തങ്കപ്പൻ, PN നൌഷാദ്, NJ മാമച്ചൻ, M ലതീഷ്, രാജു ജോർജ്, സെക്രട്ടറി PK മുജീബ് എന്നിവർ ആശംസകൾ നേർന്നു. കഴിഞ്ഞ ചിങ്ങമൊന്ന് ഈ ഇരിക്കുന്ന കർഷകരാരും മറന്നു പോകാൻ ഇടയുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. ആ ചിങ്ങമൊന്നിൻ്റെ വലിയ പ്രൗഢഗംഭീരമായ ഒരു സദസ്സിൽ വെച്ചിട്ടാണ് ഉടുമ്പന്നൂരിൻ്റെ നാമം ലോകത്തിന് നെറുകയിലേക്ക് അടയാളപ്പെടുത്തിയ ഉടുമ്പന്നൂർ ഹണി നമ്മൾ ബ്രാൻഡ് ചെയ്ത് വിപണിയിലേക്ക് എത്തിച്ചത്. തേനീച്ച കർഷകർക്ക് സബ്സിഡിക്ക് ഇപ്രാവശ്യവും പയനം വെച്ചിട്ടുണ്ടെങ്കിലും ഉടുമ്പന്നൂർ ഹണിയുടെ ആ ബ്രാൻഡ് നിലനിർത്തുന്നതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ ഏറ്റെടുക്കാൻ നമ്മൾ മറന്നുപോയതാണോ എന്നറിയില്ല. ആ പദ്ധതി തുടരണമെന്ന് വളരെ വേദനയോടുകൂടി ഈ സദസ്സിന് മുമ്പാകെ അഭ്യർത്ഥിക്കുകയാണ്. കാരണം പല വേദികളിൽ, സംസ്ഥാനത്തൊട്ടാകെ പല വേദികളിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഈ ഉടുമ്പന്നൂർ ഹണിയുടെ നാമം അടയാളപ്പെടുത്തിയ ആ ബ്രാൻഡ് നമുക്ക് പലയിടത്തു നിന്നും ആവേശകരമായ അനുഭവം നമുക്കുണ്ടായിട്ടുണ്ട്. ഈ വർത്തമാനം പലരും സംസാരിക്കുമ്പോൾ കൃഷി അസിസ്റ്റന്റ് നിഷാമോൾ കൃതജ്ഞത രേഖപ്പെടുത്തി സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പന്നൂർ. പാമ്പാടുംപാറ അമ്പിളി വധക്കേസ് പ്രതിക്ക് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ വിധിച്ചു. കട്ടപ്പന കൊച്ചുതോവാള സ്വദേശി തങ്കച്ചൻ എന്ന് വിളിക്കുന്ന മാത്യു ദേവസിയാണ് പ്രതി. 2012 കേസിന് ആസ്പദമായ സംഭവം നടന്നത്. ദൃക്സാക്ഷികളില്ലാതിരുന്ന പ്രമാദമായ ഈ കേസിൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും കൃത്യമായി ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിരുന്നു. തൊടുപുഴ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി സനു S. പണിക്കരാണ് ശിക്ഷാവിധി പ്രസ്താവിച്ചത്. ഇടുക്കി പാമ്പാടുംപാറ കോഴിമല അമ്പിളി കൊലപാതക കേസിൽ പ്രതി കട്ടപ്പന കൊച്ചുതോവാള ചേന്നാട്ട് മാത്യു ദേവസിക്ക് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. തൊടുപുഴ പ്രിൻസിപ്പൽ സെഷൻ കോടതി ജഡ്ജി സനു S. പണിക്കരാണ് ശിക്ഷാവിധി പ്രസ്താവിച്ചത്. ഇന്ത്യൻ ശിക്ഷാ നിയമം 302 വകുപ്പ് പ്രകാരം ജീവപര്യന്തം കഠിന തടവിനും 201 വകുപ്പ് പ്രകാരം 3 വർഷം കഠിന തടവിനുമാണ് കോടതി ശിക്ഷിച്ചത്. ഈടാക്കുന്ന 1 ലക്ഷം രൂപ പിഴത്തുക കൊല്ലപ്പെട്ട അമ്പിളിയുടെ മാതാവിന് നൽകുവാനും കോടതി ഉത്തരവിട്ടു. ദൃക്സാക്ഷികളില്ലാതിരുന്ന പ്രമാദമായ ഈ കേസിൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും കൃത്യമായി ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു. 2012 ജനുവരി 2 അവിവാഹിതയായ അമ്പിളി കൊല്ലപ്പെടുന്നത്. കട്ടപ്പന കടമ്മക്കുടി ഭാഗത്തുള്ള ഏലത്തോട്ടത്തിലെ തൊഴിലാളിയായിരുന്നു കൊല്ലപ്പെട്ട അമ്പിളി. ഈ തോട്ടത്തിലെ സൂപ്പർവൈസറായിരുന്ന പ്രതി മാത്യു ദേവസ്യ എന്ന തങ്കച്ചനുമായി അമ്പിളി അടുപ്പത്തിലാവുകയും ഗർഭിണിയാവുകയും ചെയ്തു. ഗർഭവിവരം പുറത്തറിഞ്ഞാൽ തന്റെ കുടുംബജീവിതത്തിനും സൽപ്പേരിനും കളങ്കമുണ്ടാകുമെന്ന് ഭയന്ന് തങ്കച്ചൻ അമ്പിളിയെ വകവരുത്താൻ തീരുമാനിക്കുകയായിരുന്നു. കൊലപാതകത്തിനായി മുൻകൂട്ടി പ്ലാൻ ചെയ്ത പ്രതി കട്ടപ്പനയിൽ നിന്ന് പ്ലാസ്റ്റിക് കയറും നീലപ്പടുതിയും വാങ്ങി ബിഗ് ഷോപ്പറിലാക്കി പാമ്പാടുംപാറ ആനകുത്തി ഭാഗത്ത് എത്തിച്ചു. തുടർന്ന് ജോലിക്ക് പോകുന്നുവെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ അമ്പിളിയെ ഫോണിൽ വിളിച്ചു വരുത്തുകയും വിജനമായ തോട്ടത്തിലെത്തിച്ച് പ്ലാസ്റ്റിക് കയർ കൊണ്ട് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. തെളിവ് നശിപ്പിക്കുന്നതിനായി മൃതദേഹം
നീലപ്പടുതയിൽ പൊതിഞ്ഞ് കല്ലുകെട്ടി തോട്ടിലെ കുളത്തിൽ താഴ്ത്തി. ജനുവരി 14 മൃതദേഹം കണ്ടെടുത്ത ശേഷം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ DNA പരിശോധനയിലൂടെ കൊല്ലപ്പെട്ടത് അമ്പിളിയാണെന്നും കൂടെയുണ്ടായിരുന്ന നവജാത ശിശുവിന്റെ പിതാവ് തങ്കച്ചൻ തന്നെയാണെന്നും തെളിഞ്ഞു. റെജിയം കുന്നിപ്പറമ്പിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സനീഷ് SS ഹാജരായി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ചിങ്ങം 1 കർഷക ദിനത്തോടനുബന്ധിച്ച് ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ 318C ഗ്രൂപ്പ് ഫാമിംഗ് പദ്ധതിക്ക് മുളപ്പുറത്ത് തുടക്കമായി. ഡിസ്ട്രിക്ട് ഗവർണർ VS ജയേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ലയൺസ് ക്ലബ്ബ് ഓഫ് കരിമണ്ണൂർ റോയലിന്റെ നേതൃത്വത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് ജോയ് ജോസഫിന്റെ കൃഷിയിടത്തിലാണ് ചടങ്ങ് നടന്നത്. ഗ്രൂപ്പ് ഫാമിംഗ് ജില്ലാ സെക്രട്ടറി ഷിബു അലക്സ് സ്കൂളുകൾക്ക് അലങ്കാര മത്സ്യങ്ങൾ വിതരണം ചെയ്തു. ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ 318C ഗ്രൂപ്പ് ഫാമിംഗ് പദ്ധതിക്ക് മുളപ്പുറത്ത് തുടക്കമായി. ലയൺസ് ക്ലബ്ബ് ഓഫ് കരിമണ്ണൂർ റോയലിന്റെ നേതൃത്വത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് ജോയ് ജോസഫിന്റെ കൃഷിയിടത്തിൽ നടന്ന ചടങ്ങ് ഡിസ്ട്രിക്ട് ഗവർണർ VS ജയേഷ് ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ഡിസ്ട്രിക്ട് റീവണൈസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും പുലരുന്നത് ഓരോരോ സർവീസ് പ്രൊജക്റ്റുകളായിട്ടാണ്. ഇന്ന് ചിങ്ങം 1 ചിങ്ങത്തിന് അനുയോജ്യമായ ഒരു സർവീസ് പ്രൊജക്റ്റായിട്ടാണ് പ്രിയപ്പെട്ട തൊടുപുഴ മേഖലയിൽ നിന്നുള്ള കരിമണ്ണൂർ മേഖലയിലുള്ള എല്ലാവരും ഒത്തുചേർന്ന് ലയൺസ് പ്രസ്ഥാനത്തിന് സമ്മാനിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു മീറ്റിംഗ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മീറ്റിംഗ് ആണ്. ഗ്രൂപ്പ് ഫാമിംഗ് ജില്ലാ സെക്രട്ടറി ഷിബു അലക്സ് സ്കൂളുകൾക്ക് അലങ്കാര മത്സ്യങ്ങൾ വിതരണം ചെയ്തു. ഷൈജിൻ സ്റ്റീഫന്റെ നേതൃത്വത്തിൽ സ്കൂളുകൾക്കും അംഗൻവാടികൾക്കും ഫിഷ് ടാങ്കുകളും ജില്ലാ സ്പോർട്സ് സെക്രട്ടറിക്ക് 6 ഇനം പച്ചക്കറി വിത്തുകൾ അടങ്ങിയ കിറ്റും വിതരണം ചെയ്തു. 100 കുടുംബങ്ങൾക്കും TCM സ്കൂൾ മുളപ്പുറം, സെന്റ് മേരീസ് സ്കൂൾ തൊമ്മൻകുത്ത്, ഹോളി ഫാമിലി സ്കൂൾ കരിമണ്ണൂർ എന്നിവയ്ക്കും വിവിധ കാർഷിക ഉപകരണങ്ങളും സാമഗ്രികളും നൽകി. ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് ജനറൽ സെക്രട്ടറി സിബി ഫ്രാൻസിസ് ഡ്രാഗൺ ഫ്രൂട്ടും, ഷിൻ സെബാസ്റ്റ്യൻ വാഴയും, അനിൽകുമാർ ഔഷധ സസ്യങ്ങളും, പ്രസിഡന്റ് ജോയ് ജോസഫ് ഏലം, സിരേഖ് ലോലിക്ക, ബെറ്റ്സി മറീന എന്നിവർ പൂച്ചെടികളും നട്ടു. ക്ലബ് സെക്രട്ടറി സുബീർ ടി സ്കൂളുകൾക്കും മുളപ്പുറം അംഗൻവാടിക്കും ഗ്രോ ബാഗുകൾ വിതരണം ചെയ്തു. തുടർന്ന് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച 20 കർഷകരെ ആദരിച്ചു. ജോയി കാഞ്ഞിരക്കാട്ട്, ഡോക്ടർ ജയകുമാർ, മാത്യു പുത്തൻപൊരിക്കൽ, ജിൻസ് കാണക്കരി തുടങ്ങിയവരാണ് ആദരിക്കപ്പെട്ടത്. മികച്ച കർഷക ദമ്പതികളെ തെരഞ്ഞെടുക്കപ്പെട്ട ജോയ് ജോസഫ്, ബെറ്റ്സി ദമ്പതികളെയും ചടങ്ങിൽ ആദരിച്ചു. ക്ലബ് പ്രസിഡന്റ് ജോയ് ജോസഫ് ചടങ്ങിൽ അധ്യക്ഷനായി. ജോസ് വടക്കൻ സ്വാഗതവും അലോഷ്യസ് അഗസ്റ്റിൻ നന്ദിയും പറഞ്ഞു. കാഞ്ഞാർ പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യദിനം സമുചിതമായി ആചരിച്ചു. ലൈബ്രറി പ്രസിഡന്റ് MK പുരുഷോത്തമൻ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് ലൈബ്രറി സെക്രട്ടറി മുഹമ്മദ് ഹനീഫ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ A സുരേഷ് കുമാർ, ലിസി ജോസഫ് എന്നിവർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. SFI പ്രവർത്തകരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കാലടി സർവകലാശാലയിൽ CPIMന്റെ നേതൃത്വത്തിൽ ബഹുജന റാലി നടന്നു. മലയാറ്റൂർ റോഡിലേക്കുള്ള സർവകലാശാല കവാടത്തിൽ നിന്ന് ആരംഭിച്ച റാലി MC റോഡിലെ കവാടത്തിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPIM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KK ഷിബു ഉദ്ഘാടനം ചെയ്തു. Let's go.
ഇടുക്കിയുടെ വിനോദസഞ്ചാര മേഖലയിൽ പുത്തൻ ചുവടുവയ്പുമായി മൗണ്ട് മിസ്റ്റി റിട്രീറ്റ് പ്രവർത്തനം ആരംഭിച്ചു. ഇടുക്കിയിലെത്തുന്ന സഞ്ചാരികൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള താമസ വിനോദ സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഉദയമ്മ ചക്രപാണി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കിയുടെ വിനോദസഞ്ചാര മേഖലയിൽ പുത്തൻ ചുവടുവയ്പുമായി വണ്ണപ്പുറം പുളിക്കത്തൊട്ടിയിൽ മൗണ്ട് മിസ്റ്റി റിട്രീറ്റ് പ്രവർത്തനം ആരംഭിച്ചു. ഇടുക്കിയിലെത്തുന്ന സഞ്ചാരികൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള താമസ വിനോദ സൗകര്യങ്ങളാണ് ഈ റിസോർട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. കോടമഞ്ഞു മൂടിയ മലനിരകളാൽ ചുറ്റപ്പെട്ട പ്രകൃതി രമണീയമായ പ്രദേശവും വൈവിധ്യമാർന്ന കാഴ്ചകളും മൗണ്ട് മിസ്റ്റി റിട്രീറ്റിന്റെ പ്രധാന ആകർഷണങ്ങളാണ്. പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനൊപ്പം മികച്ച താമസ അനുഭവവും സഞ്ചാരികൾക്ക് ഇവിടെ ലഭ്യമാകും. 16ലധികം പ്രീമിയം മുറികൾ, ലൈവ് റെസ്റ്റോറന്റ്, ഇൻഫിനിറ്റി പൂൾ, സ്പാ, ഓപ്പൺ ജിം തുടങ്ങിയ അത്യാധുനികവും ആഡംബരപൂർണവുമായ സൗകര്യങ്ങളാണ് റിട്രീറ്റിൽ ഒരുക്കിയിരിക്കുന്നത്. നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഉദയമ്മ ചക്രപാണി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ രാകേഷ് ചക്രപാണി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജൈനമ്മ ജോസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മിനി പ്രിൻസ്, ചന്ദ്രിക സാമുവേൽ, ടി.യു. ജോസ്, അനീഷ് കിഴക്കേൽ, മാനേജിംഗ് പാർട്ണർ ജിഷ രാകേഷ് എന്നിവർ ആശംസകൾ നേർന്നു. ജീവിതത്തിലെ അസുലഭ മുഹൂർത്തങ്ങൾക്ക് കൂടുതൽ മനോഹാരിത പകരാൻ മൗണ്ട് മിസ്റ്റി റിട്രീറ്റിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി മാനേജിംഗ് ഡയറക്ടർ രാകേഷ് ചക്രപാണി അറിയിച്ചു. ഫോൺ 8028289482 7907808656. ആക്രമണം. ഏഴാറ്റുമുക്കം പറയാൻപാറയിലെ എല്ലിച്ചാനി മേഖലയിലാണ് സംഭവം നടന്നത്. അതിരപ്പള്ളി RRT സംഘം പതിവ് പട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത്. ഈ വഴിയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന വിനോദസഞ്ചാരികൾ ആനയുടെ ചിത്രം പകർത്തുവാനായി വാഹനം നിർത്തിയപ്പോൾ ആനയുടെ തൊട്ടുമുന്നിലായി അകപ്പെടുകയായിരുന്നു. ആനയുടെ ആക്രമണത്തിൽ നിന്ന് വിനോദസഞ്ചാരികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ആന RRT സംഘത്തിന് നേരെ തിരിഞ്ഞു. തുടർന്ന് ഇവർ വാഹനം പിന്നോട്ടെടുത്തു. 200 മീറ്ററോളം ഓടിയെങ്കിലും കലുങ്കിലിടിച്ച് നിൽക്കുകയാണ് ഉണ്ടായത്. വാഹനത്തിലുണ്ടായിരുന്ന SFO വികാസ് മോഹൻ, RRT അംഗം PB സുധീർ എന്നിവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്ന വിനോദസഞ്ചാരികൾ വാഹനങ്ങൾ നിർത്തി ആനകളുടെ അടുത്തേക്ക് ഇത്തരത്തിൽ ചെല്ലുന്നത് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട്. മുണ്ടക്കയം കഴിഞ്ഞ് ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിക്കുമ്പോൾ കോട്ടയം കുമളി പാതയിലെ ഓരോ സ്ഥലങ്ങളുടെയും നാമധേയത്തിനു പിന്നിൽ ഓരോ കഥകളാണ് ഉള്ളത്.
കോട്ടയം കുമളി പാതയിലൂടെ ഇനിയുള്ള യാത്ര ഈ സ്ഥലനാമധേയ കഥകൾ ഓർത്തുകൊണ്ടാവട്ടെ. BBC ന്യൂസിന് വേണ്ടി ഞങ്ങളുടെ പ്രതിനിധി VR വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മുണ്ടക്കയം കഴിഞ്ഞ് ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിക്കുമ്പോൾ കോട്ടയം കുമളി പാതയിലെ ഓരോ സ്ഥലങ്ങളുടെയും നാമധേയത്തിനു പിന്നിൽ ഓരോ കഥകളാണ് പറയപ്പെടുന്നത്. കോട്ടയം കുമളി പാതയിലൂടെയുള്ള ഇനിയുള്ള യാത്ര ഈ സ്ഥലനാമധേയ കഥകൾ ഓർത്തുകൊണ്ടാവട്ടെ. മുണ്ടക്കയം കഴിഞ്ഞ് മലയോര പാതയായ കോട്ടയം കുമളി റോഡിലേക്ക് കയറി തുടങ്ങുമ്പോഴാണ് KK റോഡിന്റെ കാഴ്ചകളും കൗതുകങ്ങളും ശരിക്കും ആരംഭിക്കുന്നത്. കരിമ്പാറകൾ വെട്ടിമുറിച്ച് മലയോട് മല്ലിട്ട് നമ്മുടെ പൂർവികർ പണിതെടുത്ത ആ മലമ്പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓരോ വളവിനും ഓരോ പ്രദേശത്തിനും പറയാനുള്ള ഓരോ കഥകളുണ്ട്. പീരുവന്ത താനം എന്ന തമിഴ് ശൈലിയിൽ നിന്ന് രൂപം മാറിയെന്ന് പറയപ്പെടുന്ന പെരുവന്താനം, മുറിഞ്ഞു പുഴയിൽ നിന്ന് രൂപം കൊണ്ട മുറിഞ്ഞുപുഴ, നിന്നുമുള്ളിപ്പാറ എന്ന പേരിൽ നിന്ന് രൂപം മാറിയ വളഞ്ഞങ്ങാനം, കുട്ടിക്കാനം, തട്ടാത്തിക്കാനം, തട്ടാത്തി കൊല്ലപ്പെട്ട ഇടം എന്ന് പറയപ്പെടുന്നതിന് വ്യക്തമായ തെളിവുകളില്ല. വാമൊഴിയായി മാത്രം കേട്ടുപോരുന്ന ഒരു കഥയാണത്. അഴുത എന്ന രൂപം കൊണ്ട പീരുമേട്, മത്തായിയും കാളവണ്ടിയും വീണു മരിച്ചുവെന്ന് പറയപ്പെടുന്ന മത്തായിക്കൊക്ക, പമ്പാ നദിയുടെ കൈവഴികളിൽ ഉൾപ്പെടുന്ന ആറുള്ള പ്രദേശമായ പാമ്പനാർ, വരയാറ്റിൻ മുടിയെന്ന പരുന്തുംപാറ, ശബരിമലയിലേക്ക് മണൽ കൊണ്ടുപോകുവാനായി കൊണ്ടുവന്നിരുന്ന കഴുതുകളെ ഇറക്കിയിരുന്ന കഴുതപ്പേട്ട വളവും, ഇങ്ങനെ ഓരോ പേരിനും പിന്നിലും ഓരോ കഥയുണ്ട്. ഇത് ഒരു പക്ഷേ കെട്ടുകഥകളാവാം, സംഭവ കഥകളുമാവാം. എങ്കിൽ അത്തരം വാമൊഴി കഥകളും ഒരു നാടിൻ്റെ ഓർമ്മകളുടെ ഭാഗമായാണ്. നാട്ടുമൊഴിയിൽ പറഞ്ഞു പോന്നിരുന്ന ഓരോ പേരിന് പിന്നിൽ ഓരോ ചരിത്രമുണ്ട്. ഓരോ ചരിത്രത്തിന് പിന്നിലും ഒരു കാലഘട്ടവും നമ്മെ കാത്തിരിക്കുന്നു. കോട്ടയം കുമളി റോഡിൻ്റെ കിഴക്കേ അറ്റത്തേക്ക് എത്തുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് ഒരു ചരിത്ര വഴിയിലൂടെയാണെന്ന ഓർമ്മകളിലൂടെ ഇനിയുള്ള യാത്രകളിൽ നമുക്ക് സഞ്ചരിക്കാം. VR വിജയൻ, BBC ന്യൂസ്, പീരുമേട്. ഓണാഘോഷങ്ങളുടെ ഭാഗമായി കടവൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അരുൺ ജോസഫ്, സഹകാരികളായ ചാക്കോച്ചൻ പുന്നോലിൽ, സാനി കോയിക്കര എന്നിവർക്ക് കിറ്റ് നൽകിക്കൊണ്ട് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ബോർഡ് മെമ്പർ ശ്രീനിവാസൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ബോർഡ് മെമ്പർ ബാബു ഭാർഗവൻ സ്വാഗതവും സെക്രട്ടറി നോമിനി ജോൺ കൃതജ്ഞതയും രേഖപ്പെടുത്തി. ബോർഡ് മെമ്പർമാർ, ജീവനക്കാർ ഉൾപ്പെടെ നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. ഇടുക്കി എഴുകുംവയലിലെ കൊടും ക്രൂരതയിൽ വില്ലനായത് ലഹരിക്കൊപ്പം ലോൺ ആപ്പ് ബാധിതകളും. വായ്പാ തിരിച്ചടവിനായി അജീഷ് മാതാപിതാക്കളോട് പണം ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസമാണ് നെടുങ്കണ്ടം എഴുകുംവയൽ സ്വദേശികളായ ആന്റണിയെയും ഭാര്യ വത്സമ്മയെയും മകൻ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. എഴുകുംവയലിലെ ഇരട്ടക്കൊലപാതകത്തിൽ ലഹരിക്കൊപ്പം പണം നൽകാത്തതിലുള്ള വൈരാഗ്യവും കാരണമായെന്നാണ് പ്രാഥമിക നിഗമനം. ലഹരിക്ക് അടിമയായിരുന്ന അജീഷ് വിവിധ ലോണാപ്പുകളിൽ നിന്ന് വായ്പ എടുത്തിരുന്നു. മദ്യവും മറ്റ് ലഹരി വസ്തുക്കളും വാങ്ങുവാനാണ് ഈ തുക ഉപയോഗിച്ചിരുന്നത്. വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങിയത് പ്രതിയെ അസ്വസ്ഥനാക്കിയിരുന്നു. അജീഷ് UPI ഉപയോഗിച്ച് പണം എടുക്കാതിരിക്കാൻ അമ്മ വത്സമ്മ ഫോൺ ഒളിപ്പിച്ചു വെച്ചു. സംഭവ ദിവസം പകൽ മാതാപിതാക്കളോട് ഇയാൾ പണം ആവശ്യപ്പെട്ടു. എന്നാൽ പണം കൊടുക്കാതെ വന്നതോടെ പ്രകോപിതനായി. തുടർന്ന് ഇരുവരെയും രാത്രിയിൽ വകവരുത്തുകയായിരുന്നു. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം 3 ആഴ്ച മുൻപ് വാങ്ങി ഇയാൾ സൂക്ഷിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ ചോദ്യം ചെയ്യലിൽ പ്രതി പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞത്. അടുത്ത ദിവസം പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. ലഹരിക്ക് അടിമയായിരുന്ന അജീഷിനെ മുൻപ് ലഹരി വിമുക്ത കേന്ദ്രത്തിൽ എത്തിച്ച് ചികിത്സ നൽകിയിരുന്നു. ഇതിൽ ഇയാൾക്ക് മാതാപിതാക്കളോടും ചില ബന്ധുക്കളോടും വിരോധമുണ്ടായിരുന്നതായും സൂചനയുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സഹകരണ ഓണവിപണി 2026 ആരംഭിച്ചു. ബാങ്ക് പ്രസിഡന്റ് ടോമി കാവാലം ഓണച്ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അക്കൗണ്ടോ ഇടപാടുകളോ ഇല്ലാത്തവരുടെ പേരിൽ ലക്ഷങ്ങളുടെ വായ്പാ തട്ടിപ്പ്. ശ്രീറാം ഫിനാൻസിനെതിരെ പരാതിയുമായി അടിമാലി സ്വദേശികളും രംഗത്ത്.
കുടുംബന്നൂരിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. ചടങ്ങിൽ മികച്ച കർഷകരെ ആദരിക്കുകയും ചെയ്തു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ മനോജ് കോക്കാട്ട് യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പാമ്പാടുംപാറ അമ്പിളി വധക്കേസ് പ്രതിക്ക് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ വിധിച്ചു. കട്ടപ്പന കൊച്ചുതോവാള ചേന്നാട്ട് തങ്കച്ചൻ എന്ന് വിളിക്കുന്ന മാത്യു ദേവസിയാണ് പ്രതി. കർഷക ദിനത്തോടനുബന്ധിച്ച് ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ 318 ഗ്രൂപ്പ് ഫാമിംഗ് പദ്ധതിക്ക് മുളപ്പുറത്ത് തുടക്കമായി. ഡിസ്ട്രിക്ട് ഗവർണർ VS ജയേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.